സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത്സാക്ഷാത് ഗുരുഭവനപുരീഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റേഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ 65 ദശകം പറഞ്ഞു വെച്ചു. രാസക്രീഡയിലത്തെ ആദ്യത്തെ ദശകമാണ് പറഞ്ഞത്. ഈ രണ്ടാമത്തെ ദശകമാണ് 66ാമത്തെ ദശകം. 5 ദശകമാണ്. ഗീതി എന്ന വൃത്തം, ഗീതി, ആര്യ ഇതൊക്കെ ഏകദേശം സാമ്യമുള്ള വൃത്തങ്ങളാണ്. ഒന്നല്ല, സാമ്യമുണ്ട്. ഇവിടെ ചെല്ലുമ്പോൾ ഉപായതാനാം സുദൃശാം കുസുമായുധ ബാണപാതവിവശാനാം അഭിവാഞ്ചിതം വിധാതം കൃതമതിരഭിതാ ചകാധവാമമിവ. ഇങ്ങനെ നമുക്ക് ചെറുതായിട്ടുള്ളൊരു ഇതിൽ ചെല്ലാം. പലർക്കും ഇതൊരു രീതിയിൽ ചെല്ലാൻ സാധിക്കാറില്ല. എങ്ങനെ ചെല്ലും? ഉപായതാനാം സുദൃശാം കുസുമായുധ ബാണപാതവിവശാനാം. അങ്ങനെ ചെല്ലുമ്പോൾ അതിനൊരു ഇതില്ല, ഹൃദം. ഉപായതാനാം സദൃശാം കുസുമായുധ ബാണപാതവിവശാനാം. അപ്പോൾ രീതി കിട്ടിയിട്ടുണ്ടോ? ഉപായതാനാം സദൃശാം കുസുമാ, സുദൃശത്ത് കൂടെ കുസുമ വരണം. ഉപായതാനാം സദൃശാം കുസുമാ സുദൃശാങ്കുസുമായുധ ബാണപാത വിവശാനാം അഭിവാഞ്ചിതം വിദാതം കൃതമഭി. ആ വാഞ്ചിതം എന്നുള്ള കൂടെ കൃതമഭി വരുമ്പോഴേ അവിടെ ഒരു ചെല്ലുമ്പോൾ ഒരു സ്ട്രെസ്സ് കിട്ടുള്ളൂ. അഭിവാഞ്ചിതം വിദാതം കൃതമതി അഭിതാജഗാധവാമമിവ കുസുമായുധ ബാണപാത വിവശാനാം. ചെറിയ ചില വൈരുദ്ധ്യങ്ങൾ കാണാം. എന്താ വെച്ചാൽ ഗോപികൾ കൃഷ്ണനെ ഭക്തിയോടുകൂടി തന്നെയാണ് കണ്ടത് എന്ന് പലരും പറയണു. ഭാഗവത്തിൽ തന്നെ പല ദിക്കിലും പറയണു. എന്നാൽ ചില ദിക്കിലോ ഭഗവാനെ കുറച്ചിങ്ങനെ ഒരു ശൃംഗാര രീതിയിൽ കണ്ടു. അഷ്ടപതി നോക്കിയാൽ മുഴുവൻ അങ്ങനെയാണ്. കോട്ടെ അതുണ്ടാക്കിയതാണ് ഒരാളെന്ന് വയ്ക്കാം. ഇവിടെ തന്നെ പറയണു, ഭഗവാനിൽ സ്നേഹം, പ്രേമം മുതലായിട്ടുള്ള അനുരാഗഭാവത്തിൽ തന്നെയാണ് അവരെത്തിയത് എന്ന് ചില ദിക്കിൽ പറയുന്നുണ്ട്. എന്തായാലും അതും ഒരു തരം ഭക്തിയാണെന്ന് എടുത്താൽ ശരിയായില്ലോ. കുസുമായുധ ബാണൻ കാമദേവൻ. പുഷ്പത്തിനെ ആയുധാക്കിയതാരാ? ഒറ്റ ആളേ ഉള്ളൂ, കാമദേവൻ. ബാക്കിയൊക്കെ പുഷ്പത്തിനെ ആയുധാക്കലില്ല. അമ്പും വില്ലും ആയുധവും കുഴലും കോപ്പും കുന്തൊക്കെ ആയുധാക്കൽ. പുഷ്പത്തിനെ ആയുധമാക്കിയിട്ടുള്ള ഒരാളേ ഉള്ളൂ, കാമദേവൻ. കുസുമായുധ ബാണപാത, ബാണൻ പൂവമ്പ് എന്ന് പറയുമല്ലോ നമ്മൾ, ബാണം. കുസുമ ബാണം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂവമ്പ്. പാത വിവശാനാം, കുസുമായുധം അല്ലെങ്കിൽ പുഷ്പബാണം, കാമബാണം ഏറ്റ് മനസ്സ് മുറിവേറ്റവരും. കാമബാണേറ്റ ശരീരമല്ലല്ലോ മുറിയുക, ശരീരത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മനസ്സ് മുറിയും കാമം ബാധിച്ചാൽ, അനുരാഗം ബാധിച്ചാൽ. എന്താ കാരണം? ആ ദേശ ആളെ കിട്ടാതെ ഇരിക്കുന്നിടത്തോളം മനസ്സ് അസ്വസ്ഥമാണ്. കിട്ടിയ സമാധാനം ഉണ്ടാവും. അത് കിട്ടുന്നവരേക്ക് വല്ലാത്തൊരു ദാഹമാണ് അല്ലേ? വെള്ളമൊക്കെ കുടിക്കണം തോന്നിയാൽ വെള്ളമില്ലാത്ത പോലെ. അപ്പോൾ കുസുമായുധ ബാണപാത വിവശാനാം, കുസുമായുധ ബാണത്തിൻ്റെ പാദം കൊണ്ട്, പ്രയോഗം കൊണ്ട് വിവശരായി തീർന്ന സ്ത്രീകൾ. ഇത്രയും അത്രേ പറഞ്ഞുള്ളൂ. ഉപായതാനാം, അവർ വന്നു ചേർന്നിരിക്കുന്നു, അരികത്ത് വന്നു ചേർന്നിരിക്കേ. ഉപായതാനാം, ഉപേത എന്നുള്ള വാക്ക് എപ്പോഴും അടുത്ത് വരിക. ഇവിടെ ഉപായതാനം വേറെ ഫോം അത്രയേ ഉള്ളൂ. അപേതം എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടിരിക്കുക, ഉപേതം എന്ന് പറഞ്ഞാൽ വരിക, കൂടുക. ഉപായതാനാം സുദൃശാം, സുന്ദരമായ കണ്ണുള്ളവൾ. കാതരാക്ഷി, മീനാക്ഷി നമ്മൾ പറയാറുണ്ടല്ലോ സുന്ദരികളെ അല്ലേ? നീളമുള്ള കണ്ണുകളോട് കൂടിയവൻ കാതരാക്ഷി. അപ്പം അവർ എന്തുണ്ടായി? അഭിവാഞ്ചിതം വിധാതം കൃതമപി, ഭഗവാനോട് കൂടി ചേരുക എന്ന ആഗ്രഹം
സാധിക്കാൻ ഉറച്ചിട്ടാണ് വന്നിരിക്കണം. നീ ഭഗവാനെ കിട്ടിയല്ലാണ്ട് പോവില്ല, ഉറപ്പാ. അങ്ങനെ ചിന്തിച്ചു. അഭിവാഞ്ച ആഗ്രഹം, അഭിവാഞ്ചിതും ആഗ്രഹിച്ചിട്ട് പാർട്ടിസിപ്പിൾ. അഭിവാഞ്ചിതം വിധാതും കൃതമഭി, ആഗ്രഹം നേടാനുള്ള നിശ്ചയം ചെയ്തിരിക്കുന്നവരായിട്ടും എന്തു ചെയ്തു? ത്വം താ വാമമിവ ജഗാഥ. ജഗാഥ പറഞ്ഞു, കുറച്ച് വിപരീതമാണ് പറഞ്ഞത്. ഭാഗവത്തിലുണ്ടൊക്കെ വീട്ടിൽ പോകണം, ഈ രാത്രി ഇവിടെ വരാൻ എന്താ കാരണം, ആരാ പറഞ്ഞത് നിങ്ങളോട് വരാൻ എന്ന് പറയണു. രജന്യേഷ ഘോരരൂപ ഘോരസത്വ നിഷേവിത. പിശാചുക്കൾ, ക്രൂരമൃഗങ്ങൾ, സാമൂഹ്യ വിരുദ്ധന്മാർ, കാട്ടാളന്മാർ ഒക്കെ രാത്രി ഇറങ്ങി നടക്കുമ്പോൾ ഈ നിങ്ങൾ വരാൻ എന്താണ് കാരണം? ഭർത്തൃശുശ്രൂഷണം സ്ത്രീണാം പരോധർമ്മോ ഹ്യമായയ. ഭർത്താക്കന്മാരെ ശുശ്രൂഷിച്ച് സന്തോഷപ്പെടുത്തി വീട്ടിലിരിക്കലാണ് സ്ത്രീകളുടെ പരമമായ ധർമ്മം. അത് ചെയ്യാതെ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അത് ശോഭിക്കില്ല. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒക്കെ വീട്ടിൽ പോയി നിങ്ങൾ നിക്ഷിപ്തമായിട്ടുള്ള ധർമ്മം അനുഷ്ഠിക്കും, ഭർത്താക്കന്മാരെ നോക്കുന്നത്, അല്ലേ നിങ്ങളുടെ കടമ. ത്വം ത്വാ വാമമിവ ജഗാഥ. ഇപ്രകാരം വിപരീതമായിട്ട് പറഞ്ഞു. അങ്ങയെ പ്രാപിക്കാൻ നിശ്ചയിച്ചിട്ട് വന്നവരാണെങ്കിലും വാമം വിപരീതം, വിപരീതം പറഞ്ഞു. ഉപായതാനാം സുദൃശാങ്കുസുമായുധബാണപാതവിവശാനാം അഭിവാഞ്ചിതം വിദാതും കൃതമതിരഭിത ജഗാഥ വാമമിവ. ഗഗനഗതം മുനിനിവഹം ശാവയിതും ജഗതിതകുലവധൂധർമ്മം ധർമ്മ്യം ഖലു ദേവചനം കർമ്മധുനോ നിർമ്മല സവിശ്വാസ്യം. അങ്ങനെ ചെല്ലുന്നതാണ് നല്ലത്. ഗഗനഗതം മുനിനിവഹം ശാവയിതും ജഗതകുലവധൂധർമ്മം ചെല്ലുമ്പോൾ അതിനൊരു ട്യൂണ് കിട്ടില്ല. ഗഗനഗതം മുനിനിവഹം ശാവയിതും ജഗതകുലവധു, അങ്ങനെയല്ല. ഗഗനഗതം മുനിനിവഹം ശാവയിതും ജഗിത കുലവധൂധർമ്മം ധർമ്മ്യം ഖലു ദേവചനം കർമ്മധു അഭജനം കർമ്മധു. കൂടെ എടുക്കണം, അപ്പോഴേ തന്നെ അത് കിട്ടുള്ളൂ, റിതം കിട്ടുള്ളൂ. ധർമ്മ്യം ഖലു ദേവചനം കർമ്മധു നോ നിർമ്മലത്യ വിശ്വാസ്യം ഗഗനഗതം മുനിനിവഹം ശാവയിതും ജഗിത കുലവധൂധർമ്മം ധർമ്മ്യം ഖലു ദേവചനം കർമ്മധു നോ നിർമ്മല വിശ്വാസ്യം. ഇവിടെ ഭഗവാൻ ഭർത്തൃശുശ്രൂഷണം സ്ത്രീണാം, അവർക്ക് എന്ത് ദോഷമുണ്ടെങ്കിലും അവരെ ശുശ്രൂഷിക്കലാണ് സ്ത്രീധർമ്മം എന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ ചെയ്യണ പ്രവൃത്തി ആ സ്ത്രീകളെ ആനന്ദിപ്പിക്കലാണ്. അവിടെ പറഞ്ഞ കാര്യത്തിന് വിരോധമല്ലേ പ്രവർത്തിക്കണം? അത് പാടുമോ? മഹത്തുക്കൾ എപ്പോഴും പറഞ്ഞത് പ്രവർത്തിക്കണവരാവണം, പ്രവർത്തിക്കണതേ പറയാവൂ എന്നല്ലേ സ്വതവേ പറയുക. ഒന്ന് പറയുക, വേറൊന്ന് പ്രവർത്തിക്കുക. ഇവിടെ അതാണ് കാണുന്നത്. ഞാൻ സ്ത്രീകളെ ഭഗവാൻ ആനന്ദിപ്പിച്ച് അവരോടുകൂടി രമിക്കുകയല്ലേ ചെയ്യണം. അതിന് ഉത്തരം, ചോദ്യത്തിന് ഉത്തരം വേണമല്ലോ. ഗഗനഗതം മുനിനിവഹം ശാവയിതും. ഭഗവാന്റെ എല്ലാ ലീലകളും ഗഗനം, ആകാശം, ആകാശചാരികളെ അവിടെ വന്ന് മഹർഷിമാർ വീക്ഷിക്കുന്നുണ്ട്. ഡ്രോൺ ക്യാമറയും മുകളിൽ വയ്ക്കുന്ന ക്യാമറയും നിരീക്ഷണ ക്യാമറയും ഒക്കെ പണ്ടുണ്ട്. അപ്പോൾ ഭഗവാന്റെ എല്ലാ പ്രവൃത്തികളെയും അവർ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവരെ കേൾപ്പിക്കാൻ ധർമ്മം പറഞ്ഞു കൊടുത്തു. കുലവധൂ ധർമ്മം, ഭർത്താക്കന്മാരെ ശുശ്രൂഷിച്ച് പരപുരുഷന്മാരെ സ്മരിക്കുക പോലും ചെയ്യാതിരിക്കലാണ് സ്ത്രീധർമ്മം. അതാണ് ഭഗവാൻ പറഞ്ഞത്. ഭാഗവത്തിൽ പറയേണ്ടത് അമൃത ശുശ്രൂഷണം സ്ത്രീണാം പരോധർമ്മോ ഹ്യമായ. ഇവിടെ വിസ്തരിച്ചിട്ടില്ല, കുലവധൂധർമ്മം എന്നുള്ളതിൽ ഒതുക്കി. എന്നിട്ട് എന്താണ് അവരെ ആനന്ദിപ്പിച്ചത്? ഭഗവാൻ പരപുരുഷനല്ലേ. അതിനുത്തരമാണ് എന്ത്? ധർമ്മ്യം ഖലുദേ വചനം. എപ്പോഴും മഹാത്മാക്കളുടെയും ഭഗവാന്റെയും വാക്കുകൾ നമുക്ക് അനുസരിക്കാവുന്നവയാണ്, അനുസരിക്കാവുന്നവ ആണ്, അനുസരിക്കുകയും വേണം. എന്നാലോ എന്താണ് അനുസരിക്കാൻ പാടില്ലാത്തത്? കർമ്മതു നോ. കർമ്മങ്ങൾ, മഹാന്മാർ ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാതും നമുക്ക്
അനുസരിച്ചുകൂടാ, പാടില്ല, പറ്റൂല. കർമ്മതുനോ നിർമ്മലസ്യ വിശ്വാസ്യം. അവിടുത്തെ കർമ്മങ്ങൾ എല്ലാതും നമുക്ക് അനുകരിക്കത്തക്കതല്ല, സാധിക്കുകയും ഇല്ല. സാധിക്കുമോ? കൃഷ്ണൻ ഗോവർദ്ധനത്തെ ഒറ്റ കയ്യിൽ അങ്ങോട്ട് പൊന്തിച്ചു. ഞാനും ഈ അനങ്ങമ്മല എടുത്താണ് പൊന്തിക്കുകയാണ്. എന്താ ഉണ്ടാവുക നോക്കാമല്ലോ എന്ന് വിചാരിച്ച് പൊന്തിച്ചാൽ എന്താ ഉണ്ടാവുക? നടക്കുമോ? നടക്കുകയില്ല. കുലവധൂ ധർമ്മത്തെ തെറ്റിച്ച് കൃഷ്ണൻ ചെയ്തു, നമ്മൾ ചെയ്താലോ അടി വേണ്ടായേ ഉണ്ടാവുള്ളൂ അല്ലേ? പല സ്ത്രീകളെ പോയിട്ട് പ്രാപിച്ചാലേ. അപ്പം ഭഗവാന്മാരുടെ പ്രവൃത്തികൾ എല്ലാതും അനുകരണീയം അല്ല. പിന്നെ എന്തിനാ അത് ചെയ്തത്? അതിലത്തെ ചില തത്വങ്ങൾ പഠിക്കാനാണ്. കണ്ട് പഠിക്കാനേ പാടൂ. പഠിക്കേണ്ടത് എടുക്കുക, പഠിക്കേണ്ടത് പഠിക്കുക. പ്രവൃത്തി തള്ളുക. പ്രവൃത്തി അതേപോലെ ചെയ്യാൻ നമുക്ക് പറ്റില്ല, പാടുമില്ല. പക്ഷേ വാക്കുകൾ എപ്പോഴും സ്വീകരിക്കാം. അപ്പോൾ ഇവിടെ വാക്കുകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വീകരിക്കാവുന്ന വാക്കുകൾ പറഞ്ഞത്. മഹാത്മാക്കളുടെ വാക്കുകൾ ഗീതയിലത്തെ ഏത് ശ്ലോകവും നമുക്ക് പ്രാക്ടിക്കലാക്കാൻ കുഴപ്പമില്ല, അറിയണമെന്നേ ഉള്ളൂ. പ്രവൃത്തി അങ്ങനെയല്ല. ഗഗനഗതം മുനിനിവകം. അപ്പോൾ അവിടെ ആ മഹർഷിമാർ കേൾക്കത്തക്ക വിധം ഭഗവാൻ കുലവധൂ ധർമ്മത്തെ പറഞ്ഞു. അതനുസരിക്കാം. കുലവധൂ ധർമ്മം ആർക്കും അനുഷ്ഠിക്കാം, സ്ത്രീകൾക്ക്. പക്ഷേ ഏത് പാടില്ല? സ്ത്രീകളിപ്പോൾ കൃഷ്ണനെ പ്രാപിച്ച പ്രവൃത്തി ചെയ്തുകൂടാ. അത് ഈ ഉപദേശത്തിന് വിപരീതവും. അപ്പോൾ വാക്കുകൾ എല്ലാ ദിക്കിലും സ്വീകരിക്കാം. പ്രവൃത്തി നമുക്ക് സ്വീകരിക്കാവുന്നത് സ്വീകരിക്കാം, അല്ലാത്തത് സ്വീകരിച്ചുകൂടാ. ഇപ്പോൾ അതിന് വിരോധമായിട്ടുള്ളത് വന്നാൽ സ്വീകരിക്കരുത്. ശ്രീരാമൻ ചെയ്ത പ്രവൃത്തികൾ ഏകദേശമൊക്കെ നമുക്ക് അനുകരിക്കാം. ശ്രീകൃഷ്ണൻ ചെയ്തത് അനുകരിക്കാവുന്നതുമുണ്ട്, അനുകരിക്കാൻ പറ്റാത്തതുമുണ്ട്. അപ്പോൾ ആ പറയലിന് വിപരീതമായിട്ടുള്ളത് നമ്മൾ അനുസരിക്കരുത്. പറയലിന് അനുകൂലമായിട്ടുള്ളതൊക്കെ സ്വീകരിക്കാം. എന്തെങ്കിലും അതിന് വിപരീതമായിട്ട് വന്നാൽ അത് സ്വീകരിക്കാൻ പാടുള്ളതല്ല. പിന്നെ എന്തിനാ അത് ചെയ്യണം? അതുകൊണ്ട് ചില തത്വങ്ങൾ പഠിക്കേണ്ടത് പഠിക്കാനാണ്. പഠിക്കേണ്ടാത്തത് പഠിക്കും വേണ്ട, ചെയ്യും വേണ്ട. അതെന്തൊക്കെയാണെന്ന് വിശദമായിട്ട് പറയും. രാസക്രിയയുടെ തത്വാംശ പ്രതിപാദനം പറയുമ്പോൾ പറയും എന്താണ് രാസക്രിയയിൽ നിന്ന് പഠിക്കേണ്ടത്. അത് പഠിക്കാം, എടുക്കേണ്ടത് എടുക്കാം. പ്രവൃത്തി ചെയ്യാൻ ഒരിക്കലും പാടില്ല എന്നാണ് ഇത്രയും 2 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞത്. ഉപായതാനാം തുദൃശാം കുസുമായുധബാണപാതവിവശാനാം. സനുരാഗവതികളായിട്ടുള്ള അവർ. അഭിവാഞ്ചിതം വിധാതം കൃതമതിരഭിത ജഗാദവാമമിവ. ആഗ്രഹം സാധിക്കാൻ ഉദ്ദേശിച്ച് വന്നവരെ വിപരീതം പറഞ്ഞു. അതെന്തിനാണ്? ഗഗനഗതം മുനിനിവകം ശാവൈതും. മഹർഷിമാർ കേൾക്കാൻ. അപ്പോൾ പറയണത് എപ്പോഴും അനുകരിക്കാവുന്നതാണ്. ചെയ്യുന്നത് നമുക്ക് പറ്റണതേ അനുകരിക്കുക. ഈ പറയുന്ന വിപരീതമായിട്ടുള്ളത് ചെയ്യരുത്. ഭഗവാൻ ചെയ്യും. ഭഗവാൻ ചെയ്താൽ അത് ദോഷമില്ല. ജഗതിത കുലവധൂ ധർമ്മം ധർമ്മ്യങ്കലു ദേവചനം കർമ്മതു നോ നിർമ്മലസ്യ വിശ്വാസ്യം. ആ പ്രവൃത്തികൾ വിപരീതമായിട്ട് വരുമ്പോൾ അനുകരിക്കത്തക്കതല്ല. ഈ പറഞ്ഞതിന് അനുകൂലമായതൊക്കെ അനുകരിക്കാം. അതിനു വേണ്ടിയിട്ടാണ് കുലവധൂ ധർമ്മം. വാക്കെപ്പോഴും ചെയ്യാം, അനുസരിക്കാം. പ്രവൃത്തികൾ അനുസരിക്കാവുന്നതേ അനുസരിച്ചുകൂടൂ. ആ വാക്കിനനുസരിച്ചുള്ള പ്രവൃത്തി അല്ലാണ്ട് ചെയ്താൽ അത് അനുകരിക്കരുത്. ശുഭദിന ആശംസകളോടുകൂടി നിർത്തുന്നു. നമസ്കാരം.